ഡെറാഡൂണിലെ പ്രശസ്തമായ ഡൂൺ സ്കൂളിലെ പഴയ മക്ബറ ഹിന്ദുത്വ സംഘടനകളിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്നവർ പൊളിച്ചു നീക്കി. അടുത്തിടെ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെട്ടാണ് ഏറെ പഴക്കമുള്ള നിർമ്മിതി പൊളിച്ചുമാറ്റിയത്. സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ ഔദ്യോഗികമായി പരാതിയൊന്നും നൽകിയിട്ടില്ല. കോടാലിയും ചുറ്റികയുമായി 5 പേർ ശവകുടീരം പൊളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. എന്നിട്ടും ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഉയരുന്ന വിമർശനം. 2 ദിവസം മുൻപാണ് സംഭവം നടന്നതെന്ന് ഡെറാഡൂൺ ജില്ലാ മജിസ്ട്രേറ്റ് സവിൻ ബൻസാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂൾ അതിർത്തിക്കുള്ളിലെ ഒരു ഭാഗത്താണ് പഴയ മക്ബറ ഉണ്ടായിരുന്നതെന്നും ഇത് പൊളിക്കുന്നതിന്റെ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ചിലർ മതിൽ വഴി കയറി മക്ബറ പൊളിച്ചുമാറ്റുകയായിരുന്നു. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ബൻസാൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളിലൊന്നാണ് ഡൂൺ സ്കൂൾ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, മണിശങ്കർ അയ്യർ, നവീൻ പട്നായിക്, കമൽനാഥ്, എഴുത്തുകാരായ വിക്രം സേത്ത്, അമിതാവ് ഘോഷ് തുടങ്ങി ശ്രദ്ധേയരായ വ്യക്തികൾ പഠിച്ച ചരിത്രം ഈ സ്കൂളിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരും സ്വാധീനമുള്ളവരുമായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നതിനാൽ അതീവ സുരക്ഷാ മേഖലയിലാണ് ക്യാമ്പസ്. ഡെറാഡൂണിലെ ആൺകുട്ടികൾക്കായുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്വകാര്യ ബോർഡിംഗ് സ്കൂളാണിത്. ഈ മക്ബറ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെയും അധികാരികളെയും അടുത്തിടെ സമീപിച്ചിരുന്നുവെന്ന് ഹിന്ദു സംഘടനാ നേതാവ് സ്വാമി ദർശൻ ഭാരതി പറഞ്ഞു. ആരു ചെയ്താലും പൊളിക്കലിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഒരു സ്കൂളിനുള്ളിൽ എന്തിനാണ് ശവകുടീരമെന്നും ദർശൻ ഭാരതി ചോദിക്കുന്നു. മക്ബറ പഴയതാണെന്നും അടുത്തിടെ നവീകരിച്ചെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ 2022 മുഖ്യമന്ത്രി ധാമി നടപടികൾ ആരംഭിച്ചിരുന്നു. 5000 ഏക്കർ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഇതുവരെ നീക്കിയതായും അധികൃതർ പറയുന്നു. അതേസമയം മക്ബറ നിലകൊള്ളുന്ന സ്കൂളിന്റെ ഭാഗം ഒരു കാലത്ത് തങ്ങളുടെ സ്വത്തായിരുന്നുവെന്നാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നത്. രേഖകൾ പ്രകാരം പ്രദേശത്തെ 57 ഏക്കർ ഭൂമിയാണ് തങ്ങളുടേതെന്ന് അധികൃതർ പറയുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.